ലവിൻ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. എന്താ പറയുക, ഇതൊരു ചെറിയൊരു ചിക്കൻ കറി. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്നും ചിക്കനും മീനും ഉള്ളത്, കാരണം ഞാൻ ബീഫ് കഴിക്കത്തില്ല. പിന്നെ എന്നെ ഒഴിവാക്കി ഇവർ മാത്രമായിട്ടുള്ള ബീഫ് അപൂർവമായിട്ടേ വാങ്ങിയിട്ടുള്ളൂ. അപ്പം ചിക്കൻ വാങ്ങിച്ചിരിപ്പുണ്ട്, ചിക്കൻ കറി വയ്ക്കും. പിന്നെന്താ ബാക്കി കറികളൊക്കെ ആയതാണ്. അപ്പം ചിക്കൻ കറി ഇന്ന് വേറൊരാളാണ് വെക്കുന്നത്, ആ ആളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ പുറത്ത് നല്ല മഴ നടക്കുക, അപ്പോൾ പുറത്തിട്ടോ പോയുള്ള ഒരു പരിപാടിയും നടക്കത്തില്ല. നിങ്ങളുടെയൊക്കെ അവിടെ ഇങ്ങനെ മഴയായിരിക്കല്ലോ. ഇപ്പോൾ 2-3 ദിവസമായി ഞങ്ങളിവിടെ ഇങ്ങനെ മഴ തുടങ്ങിയിട്ട്. മഴ കാണിക്കട്ടാ. മഴത്തുള്ളിയാണ് വീഴുന്നത്. ഇപ്പം അതിനെക്കാട്ടി വലിയ കനം, നല്ല മഴയാണ്. വണ്ടിയൊക്കെ നനയുന്നു. അത് അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ. റോഡൊക്കെ ആണെങ്കിൽ കലങ്ങി മറിഞ്ഞ് വരിക. പക്ഷെ മഴ തലേന്ന് കൊണ്ട് കാണിക്കായിരുന്നു. എല്ലായിടത്തും ഇപ്പം ഇങ്ങനത്തെ മഴയായിരിക്കും എന്നുള്ള കാര്യം അറിയാം. കാരണം നമുക്ക് മാത്രമല്ല, എല്ലായിടത്തും മഴയാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ അലച്ചു വിളിച്ച് പറയുക. ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രൊഡക്ഷൻ ഏതായാലും അവൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ ഒന്നുകൂടി ഇൻട്രൊഡക്ഷൻ പറയാം. കാരണം ഇന്നത്തെ കഥയിലെ നായകൻ ഞാനാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മുമ്പ് ഇൻട്രൊഡക്ഷൻ തന്നെ അവൾ പറഞ്ഞായിരുന്നു, ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് എന്താണെന്ന് ഇപ്പം ഞാൻ പറയാം. ഒരു ചിക്കൻ കറി വെക്കുന്നൊരു ഇതാണ്. നമ്മളിന്ന് ചിക്കൻ വെക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറി മിക്കവാറും നമ്മുടെ ചാനലിലെ ചിക്കൻ കറിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ എപ്പോഴും അവൾ വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ കറി വെക്കാം. കാരണം ഇവിടെ തന്നെ ഒരു വലിയ പിടിച്ച പോലെ സംശയം, അതുപോലൊരു ധ്വനി, കാരണം ഇന്ന് ചിക്കൻ കറി വെക്കാവോ എന്നുള്ള രീതിയിലുള്ളൊരു ചോദ്യവും കാര്യങ്ങളും ഒക്കെ. ഞാൻ പറഞ്ഞു പിന്നെ എന്നാ ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഞാനിത് പഠിപ്പിച്ചത് ഞാനല്ലേ, അപ്പോൾ പിന്നെ ഞാനങ്ങ് വെക്കാം. അപ്പം നമ്മുടെ ലവിൻ ഫാമിലിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം, ചിക്കൻ കറിയിലേക്ക് പോകാം. അപ്പോൾ ഈ ആദ്യമായിട്ട് ചിക്കൻ നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാം. അത് വൃത്തിയായിട്ട് ചിക്കൻ കഴുകിയെടുത്ത് ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ നല്ല രീതിക്ക് വൃത്തിയാക്കി കഴുകിയായിട്ട് വെക്കണം. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ മേടിച്ച ചിക്കൻ ആട്ടോ, ഒരു തവണ എടുക്കും. അതിന് ബാലൻസ് നമ്മൾ ഇവിടെ ഇപ്പോൾ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വന്നാലും ഒരു 2-3 വട്ടമായിട്ടാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ചിക്കൻ ആവശ്യമില്ല. 2 കിലോ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് 3 ദിവസമാണ്. ഈ ചിക്കൻ മാത്രം നമ്മൾ എപ്പോഴും ഇങ്ങനെ വെക്കുന്നത് മേടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര ബീഫ് അവിടെ കഴിക്കത്തില്ല. ഞാനും ആദ്യം മാത്രമേ ബീഫ് ഉണ്ട്, ഞങ്ങളെല്ലാം കഴിക്കും കേട്ടോ. ബീഫ് കഴിക്കും, പോത്ത് കഴിക്കും, താറാവ്, അങ്ങനെ എല്ലാം ഞങ്ങൾ കഴിക്കും. ഏകദേശം ഒരു മൽപ്പെട്ട എല്ലാ ഇറച്ചി ഞാനും കഴിക്കും, അവനും കഴിക്കും. പിന്നെ ഇവിടെ ഈ ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളതുകൊണ്ട് നമ്മൾ കൂടുതലും ചിക്കനാണ് മേടിക്കുന്നത്. പിന്നെ അപൂർവമായിട്ട് വല്ലവേ അങ്ങനെ ബീഫോ കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അത് 1 കിലോ ബീഫ് മേടിച്ചാലും ഞങ്ങൾക്ക് നല്ല രീതിക്ക് 2-3 ദിവസം കഴിക്കാൻ കാണും. കാരണം ഞാൻ ആദ്യം മാത്രമേ കഴിക്കത്തില്ല. ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. അത് തണുപ്പൊക്കെ ഇതായിട്ട് ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടി കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഞാൻ 30 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ച് അതുകൊണ്ട് ആ സെറ്റായിരിക്കുന്നതിൻ്റെ കൂടെ ഒന്ന് വേറെ ആയി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അതിന് കഴുകിയെടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറി വെക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ഏകദേശം നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിട്ടൊന്നും നമ്മളൊന്നും ചെയ്തൊന്നുമില്ല. ഇത് പഠിച്ച കോട്ടയത്തൊക്കെ ഞാൻ ഹെൽപ്പർ പണി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളായിരുന്നു ആഹാരം കിട്ടുന്നതുമൊക്കെ. മാസ്റ്റർമാർ പണി കഴിഞ്ഞ് വന്നിട്ട് അവർ മറ്റു പരിപാടികളിലൊക്കെ ആയിരിക്കും ഫോൺ വിളിക്കാനുള്ളവരെ വിളിക്കുക, മറ്റു കാര്യങ്ങൾ. അപ്പോൾ 10-15 പേരൊക്കെ കാണുമ്പോൾ പോകുന്നത് ടിപ്പർ ഓടിക്കുന്നവരും ഹിറ്റാച്ചി ഓപ്പറേറ്റർമാരും JCB ഓപ്പറേറ്റർമാരൊക്കെ ഒരു പേര് പോലെയൊക്കെ എടുത്താൽ 10 പേര് 15 പേരൊക്കെ ഉണ്ട്. അതുകൊണ്ട് കമ്പനി കുറേ കമ്പനി കോട്ടയത്ത് നിന്ന് കുറേ കമ്പനികളുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പണി കഴിഞ്ഞ് വന്നിട്ട്
കടയിൽ പോയി സാധനം മേടിക്കുന്നതും എല്ലാം നമ്മളാണ് സാധനം മേടിച്ചുകൊണ്ട് വന്ന ആഹാരം ചോറ് വെക്കുന്നതും കറി വെക്കുന്നതും ഒക്കെ നമ്മൾ ആദ്യത്തെ ചില സ്ഥലത്തും നമ്മളല്ലായിരുന്നു രാജമാരും കൂട്ടുവാസൻ്റെ കുട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പോൾ അവരൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ചെന്ന് നമ്മളവരുമായിട്ടൊക്കെ ഒരു പരിചയവും സാഹചര്യമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ചെറുതായിട്ട് അവരെ സഹായിക്കാനും ഉള്ളി അരിഞ്ഞ് കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളിൽ ഏർപ്പെട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്കൊരു സമയമില്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അവർ വെച്ച് നമ്മളെപ്പോഴും കഴിക്കുന്നത്. അത് നമുക്കും മനസ്സിലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളും ചെറിയ ചെറിയ അത് ആശാനാണെന്ന് വെച്ച് നോക്കുന്നത് നമ്മൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് വെച്ച് അവരെ സഹായിച്ചതൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചത് കേട്ടോ. അല്ലാതെ നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മൾ കറി വെച്ച് അങ്ങനെ പ്രശ്നമല്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ ചിക്കൻ കറി വെക്കാൻ പഠിച്ചത്. പിന്നെ ഇപ്പോൾ ഒരുപാട് നാളായി അങ്ങനെ നമ്മൾ ചെയ്യാറൊന്നുമില്ല. പിന്നെ ചിക്കനൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെല്ലാം എല്ലാ ആഹാരവും അവളാണ് നമുക്ക് ഈ സമയം വരെ നമുക്ക് ആഹാരം വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ അടുക്കളയിൽ കയറുന്നില്ല. എനിക്ക് അടുക്കളയിൽ കയറണമെന്ന് എനിക്ക് താല്പര്യമുള്ള കൂട്ടത്തിലല്ല. ഞാൻ മടിയല്ല കയറുന്നത്. പണി പോയ പണി വീട് ഇല്ലല്ലേ. പക്ഷേ പരിപാടികളിലേക്ക് പോയി ചെറിയ മടി എന്നും പണിയുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ സമയം കിട്ടാറില്ല. ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് പണിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് പോകാതിരിക്കുന്നുണ്ട്. മഴയില്ലെങ്കിൽ നമുക്ക് ഇന്ന് പണിയില്ലായിരിക്കും. പണിക്ക് പോയിട്ട് വന്നു ഭയങ്കര മഴ ഇവിടെ കേട്ടോ. ഇവിടെ നമ്മുടെ ഇവിടെ ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ്. കിഴക്കൻ മേഖലയാണ്. തന്നെ പത്തനംതിട്ട നമ്മുടെ ഇടുക്കി ജില്ലകളിലെ പോലെ തന്നെ അത്രയും വലിയ മലനിരകളല്ലെങ്കിൽ പോലും നമ്മളിവിടെ നല്ല മഴ ഏരിയയാണ്. പിന്നെ മൂടം പണിയൊക്കെ കെട്ടി നിൽക്കുന്ന നല്ല പൊക്കമുള്ള ഹൈ റേഞ്ച് പോലത്തെ ഏരിയകൾ തന്നെയാണ് ഇവിടെ നാളായിട്ടുള്ള ഗുരുദാനൻ മുണ്ടൻപാറ, പിന്നെ തേക്കുമൂട്, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിലൊക്കെ നല്ല ഹൈ റേഞ്ച് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ പാറപ്പുറത്ത് നടന്ന് നിൽക്കുന്ന ഏരിയകളൊക്കെ. അപ്പം നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസമൊക്കെ നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാൽ സാധ്യതകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്, മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. 2018 ആ ഒരു സമയത്ത് നല്ല പിന്നെ മഴ പെയ്തിട്ട് നല്ലതായിട്ട് മണ്ണിടിഞ്ഞു ഒരുപാട് നാശനഷ്ടവും ആൾക്കാർ മരണപ്പെടുകയും ഭയങ്കര പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് നമ്മുടെ ഏരിയ. സീതത്തോട് ഗുരുദാനൻ മുണ്ടൻപാറ ഏരിയ. പിന്നെ ഇന്നിപ്പം ഞാൻ വില്ലേജ് എനിക്കൊരു പേപ്പറിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് പണിയില്ലാതുകൊണ്ട് തന്നെ ഞാൻ വന്ന വഴിക്ക് വില്ലേജിൽ കയറി ആ പേപ്പറിൻ്റെ കാര്യം ചോദിക്കാനായിട്ട് വില്ലേജിൽ കയറി. അപ്പോൾ തന്നെ മൈനിങ് എൻജിനിയറിലൊക്കെ സാർമാർ വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്ന് അവർ ഈ പിന്നെ ഗുരുദാനൻ ആ ഏരിയ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. മഴക്കാലമായിട്ട് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാനായിരിക്കും പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പേപ്പർ തന്നെ ഞാൻ പോയിട്ട് പേപ്പർ എനിക്ക് കിട്ടിയില്ല. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും ഇവിടെ. ഇന്നലെ നമുക്ക് ഇത്ര മഴയില്ലായിരുന്നു, ഇന്നിപ്പോൾ നല്ല മഴയാണ്. നമുക്കിവിടെ പേടിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളെ താമസിക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. മുൻപാറ ഭാഗത്തൊക്കെ 2018 ഉരുള് പൊട്ടിയ സമയത്ത് അത് ഈ സമയം ചിക്കൻ കഴിഞ്ഞ് നമ്മൾ തോരൻ വെച്ചത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, 2 പീസ് തക്കാളി, പിന്നെ 3 സവാള അരിഞ്ഞത്. നോക്കുന്ന ചിക്കൻ കറി വെക്കാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ. പിന്നെ തേങ്ങാപ്പാൽ. ഇതെല്ലാം ഞാൻ ചിക്കൻ കഴിക്കൊണ്ട് വന്നപ്പോൾ കഴിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ നമുക്ക് അരിയണമെന്നാണ് കേട്ടോ. അതെല്ലാം നിങ്ങളുടെ സമയം കിട്ടാത്തപ്പോൾ അവിടെ പെട്ടെന്ന് അരിയണം. അപ്പോൾ നമുക്കിനി ഗ്യാസ് വെച്ച് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇപ്പം പലരും പല രീതിക്കാണ് ചിക്കൻ കറി വെക്കുന്നത്. ഞാൻ എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. ഞാനിപ്പോഴും വെക്കുന്നൊന്നുമില്ല, പഠിച്ച രീതിയിലാണ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. ഈ ചിക്കൻ്റെ കാലിത് പിന്നെ മാറ്റി വെക്കണം. ഇങ്ങനെ ഇട്ട് വയ്ക്കണം, വൃത്തിയാണ്. എന്താ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശകലം മഞ്ഞപ്പൊടി ഇട്ടേച്ച്, ശകലം മതി, ഒത്തിരിയൊന്നും വേണ്ട. ഇത് ഈ മഞ്ഞപ്പൊടി ഇടുന്നതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറച്ചി കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേന് അതിന് വിഷത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് മഞ്ഞപ്പൊടി യൂസ് ചെയ്യുന്നത്. അപ്പം വിഷാംശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ മസാല, ഒരു ശകലം ചിക്കൻ മസാല ഇല്ലേ, ശകലം ചിക്കൻ മസാലയും കൂടെ ചേർക്കും. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, നമ്മൾ 2 തണ്ട് കറിവേപ്പില വേണം. പിന്നെ അതിനോട് ശകലം ഉപ്പ്. ലേശം ഉപ്പ് മതി കേട്ടോ. നമ്മൾ ഇതുണ്ടോ, ഈ സ്പൂണുണ്ടോ, ഇത് ഞങ്ങളുടെ വെല്ലുമിച്ചയുടെ കാലത്തെ സ്പൂണാണ്, അലൂമിനിയത്തിൻ്റെ സ്പൂണാണ് ഇത്. ഈ സ്പൂണ് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്തിരി സ്പൂണ്
ഇത് പക്ഷേ മൊത്തം തേഞ്ഞ് കേട്ടോ, മൊത്തം ഇത് സൈഡ് കണ്ട ആലുക്കൊക്കെ കിഴുത്ത വരെ വീണതാണ്. സ്പൂണിനൊരു ഓട്ടയുണ്ട്. പക്ഷേ എനിക്ക് ഇത്തിരി സ്പൂണും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാനൊക്കെ അംഗനവാടിയിലും ഒക്കെ പോകുമ്പോൾ മറ്റേ പ്ലാവര സ്പൂണില്ലേ, ഓർക്കുന്നുണ്ടോ? പിന്നെ എന്താ ഇത് ഞാൻ നല്ലതായിട്ട് ഞെവിടി വെക്കുവേ. ഞെവിടി വെക്കുക എന്താ നിങ്ങൾക്ക് എന്ത് പല നാട്ടിൽ പല ഭാഷയല്ല. നമ്മളിവിടെ ഞെരിടുക, ഞെവിടുക. മുളക് പൊടി ഇപ്പോൾ ഇതിലേക്ക് ഇടും. ചിക്കൻ മസാല അല്ലേ ഇട്ടത്? ശാലം കൂടെ ചിക്കൻ മസാല വേണം. അതിൻ്റെ മോനെ കഥ അടച്ചിട്ട് ഇച്ചിരി കൂടെ പൊട്ടിക്കാമായിരുന്നു. ദേശീയ പൊട്ടിച്ചിട്ട് ഇത് നല്ലതായിട്ട് നല്ല രീതിക്ക് നമ്മൾ ഇളക്കി ഇതിൻ്റെ മൊത്ത ഭാഗത്ത് നല്ല രീതിക്ക് ഈ അരപ്പ് ഇതിന് പൊടികളെല്ലാം ചേർന്ന് പിടിക്കത്തക്ക രീതിയിൽ, ഉപ്പുമൊക്കെ ചേർന്ന് പിടിക്കത്തക്ക രീതിയിൽ നല്ലതായിട്ട് തിരുമ്മി ഇങ്ങനെ കൈകൊണ്ട് തന്നെ തിരുമ്മി നല്ല രീതിക്ക് എല്ലാ ഭാഗത്തും ചിക്കൻ്റെ പൊടികളൊക്കെ ഇതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ തത്തി പൊട്ടി ഇങ്ങനെ പൊത്തി അങ്ങ് ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വെക്കണം. തന്നാ പോരെ. നീ കണ്ടോണം ഞാൻ വെക്കണ്ടല്ല, ഇത് അവിടെ ഇരുന്ന് പിടിച്ചോളൂ. ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു ശാസ്ത്രം പറയുമ്പോഴേ അണ്ണനിങ്ങനെ ഇങ്ങനെ സൈഡിലോട്ട് വെച്ചാൽ അത് അവിടെ ഇങ്ങനെ ഇരുന്നോളൂ. പിന്നെ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. എനിക്ക് ഇതിനുള്ള വോയിസ് ഇല്ല, ഞാൻ മടപടാതെ തിന്നു. എനിക്ക് ചിക്കൻ അധികം കഴിക്കാനും പറ്റില്ല, ബീഫ് ഞാൻ ഒട്ടും കഴിക്കില്ല. ചിക്കൻ കഴിക്കാൻ പറ്റില്ല. പ്രസവം കഴിഞ്ഞതിന് ചെറിയ ബുദ്ധിമുട്ടുകളാണ്. ചിക്കൻ അറിയാമല്ലോ, എല്ലാവർക്കും അറിയില്ല എന്തോ സംഭവം. 2 ദിവസം കഴിയുമ്പം സാധാരണ എല്ലാ പെണ്ണുങ്ങൾക്കും വരുന്ന കുറച്ച് അസുഖങ്ങൾ എനിക്ക് പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ അതും ചിക്കൻ അധികം കഴിക്കാൻ പറ്റില്ല, കോഴിമുട്ട കഴിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ആകപ്പാടെ കഴിക്കുന്ന ഇറച്ചിയിലായതുകൊണ്ട് ഞാൻ കഴിക്കും. ഇന്നലെ നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ചില്ലി ചിക്കൻ അല്ലേ? ഞങ്ങൾ ഇന്നലെ ചില്ലി ചിക്കൻ ഉണ്ടാക്കി. ഞാനൊരു ആദ്യമേ ചെയ്തത് പരീക്ഷണം പോലെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മീനാക്ഷിക്ക് കൊണ്ട് കൊടുത്തു. മീനാക്ഷിക്ക് ടേസ്റ്റ് നോക്കാം അങ്ങനല്ല, അതായത് ഞാൻ ആദ്യമേ ഉണ്ടാക്കിയ സാധനം നല്ലതാണേലും ചീത്തയാണേലും കറക്റ്റ് പറയും എൻ്റെ അപ്പ. അപ്പം ടേസ്റ്റ് നോക്കാൻ ഇച്ചിരി കൊണ്ട് കൊടുത്തു. പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ചില്ലി ചിക്കൻ ഉണ്ടാക്കി. നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുക, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ പൊറോട്ട മറ്റേ ചില്ലി ചിക്കനും ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു. അത് ഉണ്ടാക്കാൻ മെയിൻ കാരണം കഴിഞ്ഞ സെൻട്രൽ ബസാറിൽ പോയപ്പം 3 കളറും ക്യാപ്സിക്കം കിട്ടി. ഇതുവരെ ഞങ്ങളങ്ങനെ 3 കളറും ക്യാപ്സിക്കം വാങ്ങിച്ചിട്ട് കിട്ടിയപ്പം ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു, ബാലൻസ് അതെടുത്ത് ഉണ്ടാക്കി. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്നത്തെ ചിക്കൻ കറിയിൽ എനിക്ക് ഒരു പ്രാധാന്യമില്ല. ശരീരത്തിന് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കട്ടെ. ഞാൻ പുറകിൽ നിന്ന് കാണാം. എനിക്ക് പൊടികളെല്ലാം എനിക്ക് പെട്ടെന്ന് എൻ്റെ കയ്യിൽ പോകാം. ഇത് ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ ഒരു പാത്രത്തേക്ക് ഇവിടെ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. നമ്മളുടെ ഭയങ്കര ചോണ്ടലുമാണ്. ഇതെന്ത് ചെയ്താലും പോകത്തില്ല. നമ്മൾ പിന്നെ അങ്ങനെ ഓടിച്ചു വിടാനായിട്ട് ശ്രമിക്കാറുമില്ല. ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കര കളറാണ് ഈ ലൈറ്റിന്റെ. ഗ്യാസ് കത്തിക്കാവേ. അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് എണ്ണ ചൂടാക്കാനായിട്ട് പോകാം. നമ്മുടെ പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാം. എനിക്ക് കറിയൊക്കെ വെക്കും നല്ലതായിട്ട് വെളിച്ചെണ്ണ. ഞാൻ നല്ലതായിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ തളം കെട്ടി കിടക്കുന്ന അങ്ങനെയാണ്. അതൊക്കെ ചെയ്യാം. കൊളസ്ട്രോൾ ഒക്കെ എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. കടുകിടാവേ. എണ്ണ ചൂടായി നല്ലതായിട്ട് കടുക് കാണുമ്പോൾ എന്താണ് തീ ഞാനിവിടെ ഭയങ്കര ശത്രുത കേട്ടോ. ഈ തീ ഞാൻ എപ്പോൾ എണ്ണയ്ക്കകത്തിൽ എന്തെങ്കിലും പരിപാടി മീൻ വറക്കുവോ
എന്തെങ്കിലും എണ്ണ നമ്മൾ ചൂടാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഇത് പൊട്ടിത്തെറിച്ചെൻ്റെ ഭയങ്കര ശത്രുത തീക്കണം. കുക്കർ പൊട്ടിത്തെറിച്ചെൻ്റെ പുറത്ത് വീണിട്ട് പുറമൊക്കെ പൊള്ളി 10-18 ദിവസം ഞാൻ നോക്കുമായിരുന്നു. എണ്ണയ്ക്ക് ഭയങ്കര ശത്രുവാണ്. മാറിപ്പൊടി എനിക്കറിയാം ചെയ്യാൻ. നല്ലതായിട്ട് മൂട്ട് വരണം. തക്കാളി എന്തായാലും ചെയ്യണം. അരിച്ചിൽ പിടിച്ചപ്പോൾ ചെയ്യണം. കറി വെക്കുന്ന കാര്യമാണ്. കറി എന്തായാലും ഇവിടെ ഞാൻ കറി വെക്കാനൊക്കെ പഠിച്ച വാടകയിലൊക്കെ ഞങ്ങളുടെ കല്യാണം കഴിച്ച ആദ്യ സമയത്ത് ഇതൊക്കെ ഒന്നും അറിയത്തില്ലായിരുന്നു. ഒന്നും അറിയത്തില്ലായിരുന്നു ചെയ്യാൻ. ചായ വെക്കാൻ അറിയായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ അതൊന്ന് വെച്ച് മീൻ കറി ആയാലും ചിക്കൻ കറി ആയാലും ഞാൻ അവിടെ വെച്ച് കാണിച്ചു കൊടുത്തില്ല. ഇപ്പോഴത്തെ അത് കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോൾ പഠിച്ച് അപ്പോൾ നല്ലതായിട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ അമ്മയൊന്നും കേട്ട ആഹാരം വെക്കുവേ. പക്ഷെ ഇവിടെ വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. തമാശ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് സമ്മതി അരച്ചാലും അവള് വെച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് അതുപോലെയാണ്. എല്ലാവരും നല്ലതായിട്ട് ആഹാരം പാകം ചെയ്യുന്നത്. ഞങ്ങളുടെ അമ്മയായാലും അമ്മയുടെ ചേട്ടയായാലും പറഞ്ഞിട്ടില്ലേ നമ്മുടെ ചെക്കൻ നല്ലതായിട്ട് പാകം ചെയ്യും. സവാള ഇട്ടിട്ട് സവാള നല്ലതായിട്ട് നല്ല സമയമെടുക്കും സവാള വഴന്നത് തന്നെ. എനിക്കറിയാതെ ഞാൻ പറയാൻ തന്നെ ചുപ്പിങ് എടുക്കുന്നതായിരുന്നു. ചുപ്പിങ് എടുത്തിട്ട് വാ. എനിക്ക് സവാള വേണം പിന്നെ പറ്റുമോ? അത് ഞാൻ കഴിക്കണം. ഉപ്പ് കുറച്ച് മതി. അത്ര വേണ്ട. അതിപ്പോൾ ഞാൻ കറിക്ക് ഞാനിട്ടോ അത് അയ്യോ ഉപ്പിട്ടു. എന്നിട്ട് പറയും കറി അവളെ വെച്ചെന്ന് പറയുന്നത്. വീഡിയോ എടുത്തില്ലെങ്കിൽ കറി അവളെ വെച്ചെന്ന് പറയുന്നത്. പണിയില്ലാത്തവരെ നീ രക്ഷപ്പെട്ടു. എന്നെപ്പോലെ പണി എടുത്തിട്ട് കഴിക്കും. ദിവസമല്ലേ ഇനി ഞാൻ കഴിക്കുന്നതല്ലേ. ഈ ദിവസത്തിൽ ആവശ്യമായിട്ട് കഴിക്കും കേട്ടോ. നല്ലതായിട്ട് വളർന്നു വരും. ഇച്ചിരി താമസം വരും വളർന്നിട്ടാണ്. നമ്മുടെ അടപ്പൊക്കെ പറ്റിയ ചിക്കൻ കിടാവും. നമുക്കിത് വഴന്നു വരുന്ന ആ ഒരു സമയം കൊണ്ടുണ്ടല്ലോ അത് നല്ലതായിട്ട് പിടിക്കും. ഈ മസാലപ്പൊടികളെല്ലാം ചിക്കന് നല്ലതായിട്ട് പിടിക്കും. അതുകൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ചെയ്യാം. അതിന് ഞാൻ ചെയ്യുമ്പോൾ ഈ വഴി വരത്തില്ല. സത്യല്ലേ ഞാനൊക്കെ ചെയ്യും. സമയമില്ലാത്തപ്പോഴും നമ്മുടെ സവാള വഴന്ന് ഏകദേശം വരുന്നതേ ഉള്ളൂ. കരിയാപ്പില വഴന്ന് വരുന്നതേ ഉള്ളൂ. വഴന്നില്ലെന്ന് എനിക്കും അറിയാം. കരിയാപ്പില ഇട്ട് കൊടുക്കാം. അവൾ തന്നെയാണ് പാചകം. വിചാരിക്കണ്ട ഇവളെ നമസ്തേന്ന് ചിക്കൻ കറി വെച്ച് പഠിപ്പിച്ച ഞാൻ ആ ഒരു ബഹുമാനം ഈ ആശാന്മാരോട് ബഹുമാനം കാണിക്കത്തില്ല. പണി പഠിപ്പിച്ച ആശാന് പിന്നെ നമ്മൾ പുള്ളിയെ ധിക്കരിക്കത്തില്ല. പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റങ്ങനെ വരാൻ വഴിയില്ല ആശാന്മാരുടെ ഭാഗത്ത്. എന്നാലും പോലും നമ്മളവരെ ധിക്കരിക്കാൻ പാടില്ല. അപ്പം ഇവിടെ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഞാനല്ലേ ഇവിടെ പഠിപ്പിച്ചത്. ഞാൻ പഠിപ്പിച്ച് തന്നോണ്ടല്ലേ നീ പ്രശ്നം. ഞാനത് പഠിപ്പിച്ച് തന്നില്ലായിരുന്നെങ്കിലോ നീ അങ്ങനെയാണ് പട്ടിണി കിടന്നത്. അയ്യോ കൊള്ളാം. അയ്യോ പണ്ടൊക്കെ ഞാനാണെങ്കിൽ രാവിലത്തെ ഉച്ചക്കത്തൊക്കെ 3 മണിക്കാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വഴട്ടാം അല്ലേ അല്ലേണ്ണ? അപ്പം നമുക്ക് വഴണ്ടിട്ട് കാണാവേ. എന്നാൽ തീ കുറച്ച് വെച്ച ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വഴട്ടുന്ന കേട്ടോ. ഒത്തിരി വഴട്ടി വെച്ചാൽ അല്ലേണ്ണ പെട്ടെന്ന് കരിയും. ലോ ഫ്ലെയിമിലാകുമ്പോൾ വഴന്ന് തന്നെ കിട്ടും. എണ്ണക്കകത്ത് കിടന്ന് മുഖത്ത് നൈസായിട്ട് വഴന്ന് തന്നെ കിട്ടും. അപ്പം നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ടക്ക് ഒറ്റ അടിക്കാൻ കളറൊക്കെ മാറി കിട്ടും. പക്ഷേ ഇത് കരിയുന്ന രീതിക്കാണ് കറുത്ത്. ഇത് കടുക് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കടുക് കരിഞ്ഞു പോയോ? ഇല്ല അത് സെറ്റായി വരും. തേങ്ങക്കൊത്ത് അത്ര മൂക്കണം വരും. ഇത് പിന്നെ ഇതൂടെ വഴന്നൂടെ വരുമ്പോഴത്തേന് ക്ലിയർ ആവും. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്ത് ചേർക്കാം. എന്നിട്ട് നമ്മൾ ഇത് മൊത്തത്തിൽ വഴറ്റി ക്ലിയറായിട്ട് എടുക്കണം.
ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. കാണാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഇത് വഴട്ടാൻ കുറച്ച് നേരം വെക്കാം കേട്ടോ. ശരി. അപ്പം ഇത് ഞങ്ങൾ വഴട്ടിട്ട് നീ തക്കാളിക്ക് വന്നറിഞ്ഞു വെച്ചു ഞാൻ പറയുന്ന പണി ചെയ്ത്. അപ്പോൾ ഗൈസ് ഇത് വാടട്ടെ. ഓക്കെ, വാടുമ്പോൾ ഇത് വാടട്ടെ. അണ്ണം കൈവിടാതെ ഇളക്കട്ടെ. ഞാൻ അപ്പോഴത്തേക്ക് തക്കാളിക്ക് അരിയട്ടെ പറയുന്നു. നമ്മുടെ സവാള നമ്മൾ വഴറ്റിയത് കണ്ടില്ലേ, തീ കുറച്ച് ആയിട്ടുണ്ട്. ഇച്ചിരി പുറകോട്ട് ഇറക്കി. ഇപ്പം ഞാൻ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ പൊടി കാര്യങ്ങളൊക്കെ ചേർക്കാൻ എടുത്ത് വെക്കണം. എനിക്കപ്പം ഓരോന്നിട്ട് കഴിഞ്ഞ് ഞാനിട്ട് കഴിഞ്ഞ കാര്യം ഞാൻ അതുകൊണ്ട് ചെയ്യുന്നതാണ് എല്ലാം കൂടെ ഒരു പാത്രം ഗ്യാസ് ഓഫ് ആക്കാം. ഗ്യാസ് തീ കുറച്ച് വെച്ച് പല്ലി ഞാൻ ഗ്യാസ് തീരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന്. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി നമുക്ക് മല്ലിപ്പൊടി ഇടാം. മുളക് പൊടി അങ്ങനെ ഓരോ പൊടിയായിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാണല്ലോ അത് കരിഞ്ഞു പോയി. ഞാനിത് ഇടയ്ക്ക് ചേർത്ത് വരുമ്പോഴത്തേന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചേർത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ശകലം നമുക്ക് ചേർക്കാം. ചിക്കൻ നമ്മൾ ഞെടി വെക്കാൻ നേരം നമ്മൾ മഞ്ഞൾപ്പൊടി വെച്ചായിരുന്നു. അതുകൊണ്ട് ശകലം മതി, ഒരുപാട് വേണ്ട. അപ്പോൾ ഒത്തിരി ആയി കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു ചുവ ഇപ്പം ജസ്റ്റ് എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ചെറുതായിട്ട് കളയാൻ വേണ്ടിയിട്ടല്ല മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി നമ്മൾ പച്ചമുളക് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിൽ ഈ ശകലം മുളക് പൊടി കൂടെ ചേർക്കാം. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം. എന്താണ് മെയിൻ സാധനം? എന്താ മെയിൻ സാധനം? ചിക്കൻ മസാല പൊടി. ഇതില്ലാതെ അങ്ങനെ വെക്കുന്നത് അരച്ചൊക്കെ വെക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. നിനക്കറിയാം അരച്ച് വെക്കാം. എന്താ അപ്പം ഏകദേശം അതിൻ്റെ നമ്മൾ പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം മസാല പൊടി മതിയാവും. ചിക്കൻ മസാല പൊടി കൂടിയ ഒരു കുത്തൽ പോലെ വരും അല്ലേ? ഗ്യാസ് വെറുതെ കത്തിച്ച് കളയാ. തീ കൂട്ടിയിട്ടിട്ട് പൊടി ഇടാൻ പോണ കരിയത്തില്ലേ? ഇത്തിരി പൊടിയോ? മീഡിയം ഫ്ലെയിം. ഇത് പിന്നെ പൊടികളൊക്കെ മുക്കാറിന് ചൂട് വേണ്ടേ? ഇതിപ്പോൾ കൊല്ലുമല്ലേ? ഒന്ന് ചൂടായി വരണം. ഇപ്പോൾ ഇത് വാങ്ങി വെച്ചതല്ലേ, ഇത് ചൂടായി വരണം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് വേണം പൊടി ഇട്ട് ഇളക്കി സെറ്റാക്കി ഇടുന്നത്. അപ്പം പൊടി ചേർക്കാം. അപ്പോൾ അങ്ങനെ എണ്ണയാണ് ഭയങ്കര കുഴപ്പിയായിരുന്നു. ഇതൊക്കെ എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ പൊടിയെല്ലാം കൂടെ തട്ടിക്കൊണ്ട് ഇട്ടു. ഇട്ടതിന് ശേഷം തട്ടുന്ന തന്നെ ഇത് ഇളക്കി അങ്ങ് ചേർക്കണം. തീ കുറച്ച് വെക്കണം. കരിയത്തില്ല. എന്നാലും കരിഞ്ഞു പോയാൽ പിന്നെ കരിയത്തില്ലല്ലോ. എന്തൊരു കോൺഫിഡൻസ് ആണ്. അഥവാ കരിഞ്ഞ് ചൂട് കൊടുക്കുമ്പോൾ ചട്ടി ഒന്ന് പൊക്കി കൊടുക്കും. അപ്പോൾ ചട്ടിക്ക് ചൂടില്ലേ? ചട്ടിക്ക് ചൂടുണ്ട്. ആ ചൂട് പിന്നെ കൂടാതിരിക്കും. തീയെ വെക്കുമ്പോഴല്ലേ ഇതാകത്തുള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ നേരെ നമ്മുടെ തക്കാളിക്ക ചേർത്ത്. ഇനി ഞാൻ എന്തിനാണ് ചേർക്കണറിയോ, നമ്മൾ ഈ പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ നേരം പെട്ടെന്ന് നമുക്ക് ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു മായ ഒരു ഫ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് അതിനായിട്ടാണ് ഈ തക്കാളിക്ക് ഞാൻ മാറ്റി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ കുത്തി ഉടയ്ക്കും. എന്തിനാ കുത്തുന്നേ? കുത്തി ഉടച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇത് കളികളാണ് കടിക്കാൻ. ഇത് നല്ലതായിട്ട് വെന്ത് ഇതിവിടെ നല്ല ചേർന്ന് വന്നാലേ ഇതിനൊരു കറക്റ്റ് ഒരു അരപ്പിൻ്റെ ഒരു ടൈം കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെ ഞാൻ തക്കാളിക്ക് പഴുത്തതല്ല കേട്ടോ, നല്ല പഴുത്ത തക്കാളി. ചെറിയൊരു പച്ച വാട്ടല് പോലെ ഉണ്ടല്ലേ. നല്ലതായിട്ട് പഴുത്തതാണ്. നമ്മളിങ്ങനെ കുത്തുമ്പോൾ തന്നെ ചെറിയ ആകുമ്പോൾ പടഞ്ഞിട്ട് നല്ല എന്താ പറയുന്നത് അടുത്ത ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് തീ കൊട്ടി വെച്ചാൽ പൊടി. നമ്മൾ തക്കാളിക്ക് ഇട്ടതും പൊടിപുറങ്ങളും കൂടെ ചേർന്ന് ഇളക്കി ഒരു ഏകദേശം ഒന്ന് യോജിച്ചിട്ടുണ്ട്. ഈ തക്കാളിക്ക് പഴുക്കാത്തതുകൊണ്ടാണ് ഇത് യോജിക്കാത്തത് കേട്ടോ. കണ്ടോ? ഇതിന് പിന്നെ നമ്മൾ കറി വെക്കുമ്പോൾ ഓൾറെഡി തക്കാളിയൊക്കെ വെന്ത് ഇതിനോട് ചേർന്നോളൂ. അപ്പോൾ ഇപ്പോൾ നമുക്കത് വെന്ത് കിട്ടിയത് നല്ല പഴുത്ത തക്കാളിക്കാരനെ ഇപ്പോൾ തന്നെ വെന്ത് തുടങ്ങി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയാണ്. കാണാൻ നല്ലൊരു ഭംഗിയായി. ഇപ്പം തക്കാളിക്ക് മാത്രം സെപ്പറേറ്റ് മാറി കിടക്കുന്ന ഒരു ഇത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അതിലോട്ട് നമ്മൾ നേരത്തെ നമ്മളൊരു അരമണിക്കൂറിന് മേളിലായി ഇത് നമ്മൾ അരപ്പ് ചേർത്ത് ഇങ്ങനെ വെച്ചത്. ഇതിപ്പം ഏകദേശമൊക്കെ പിടിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു ശകലം കൂടെ ചിക്കൻ മസാലയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് കഷ്ണങ്ങളോടെ ഇല്ല അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ച് നല്ലതായിട്ട് ഇളക്കി നല്ലതായിട്ടൊന്ന് കൊടുക്കാം. ഈ അരപ്പ്
നമ്മളിപ്പോൾ ചേർത്ത പൊടികളും ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പിലെല്ലാം വരുന്നതെല്ലാം കൂടെ നല്ലതായിട്ട് ഇതിനോട് ചേർന്ന് നിൽക്കണം ചേരുവകളെല്ലാം കൂടെ ഇതിനോട് നല്ലതായിട്ട് ഇളക്കണം. ഈ പാത്രത്തിന് ചെറിയൊരു ഗ്യാപ്പ് കുറവുണ്ട് കേട്ടോ. ഇളക്കാനായിട്ട് ഇവിടെ വെച്ചതാണ് ഈ പാത്രം. വേണ്ട, ഇത്ര ഇളക്കാൻ എനിക്കറിയില്ല ഇളക്കാൻ. ഈ സഹായിക്കട്ടെ ഇളക്കി തന്നു. ഇതാ പറയുന്നത് അട്ടയ്ക്ക് കുതിരയ്ക്ക് അല്ല അട്ടയ്ക്ക് കണ്ട കുതിരയ്ക്ക് കൊമ്പ് ദൈവം കൊടുക്കാത്തത്. പുറത്ത് നല്ല മഴയാണ്. ഞങ്ങൾ തോട്ടിലൊക്കെ ഭയങ്കര വെള്ളമായിട്ടുണ്ട്. ഇന്നലെയൊക്കെ മഴ ഇവിടെ കുറവായിരുന്നു. ഇടയ്ക്കുമ്പോഴേക്കൊക്കെ മഴയുണ്ട്. ഇന്നിപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തൊട്ട് തുടങ്ങി ഏകദേശം മഴ. ആ മഴ അത്രയും പെയ്തപ്പോൾ തന്നെയാണല്ലോ നമ്മുടെ തോട്ടിൽ നല്ല വെള്ളമായി. 2 ദിവസം കൂടെയൊക്കെ ഈ രീതിക്ക് നിൽക്കുവാണുള്ളത്. അതുകൊണ്ട് നല്ലതായിട്ട് ഉണ്ടാവും. ഇവിടെയൊക്കെ നല്ല ഡേഞ്ചറുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. സീതക്കുഴി ഗുദാമെന്ന് കൊണ്ട് പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളിപ്പോൾ ഇത് നല്ലതായിട്ട് ഇളക്കി ഇത് ചേർത്ത് എന്താ വെള്ളമാണ് ചൂടുവെള്ളമാണ് പച്ചവെള്ളമാണ്. സത്യം പറഞ്ഞാൽ ചൂടുവെള്ളം ചേർക്കണം. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു തിളപ്പിച്ച വെള്ളമാകുമ്പോൾ എന്താ വെള്ളമാണ് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ആ ചട്ടിക്ക് എത്ര കുറച്ച് ചൂടുവെള്ളം വെക്കുകയാണെങ്കിൽ ആ മസാല ഒന്നും കളയാതെ ആ ചട്ടിക്ക് അതിൻ്റെ മസാല ഒന്നും ഇല്ല. ഉണ്ട് അതുകൊണ്ട് കേട്ടോ ഗായ്സ്. അണ്ണൻ്റെ ചിക്കൻ കണ്ടിട്ടൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടല്ല, ലുക്കിൽ മാത്രമല്ല വർക്കിലും ഉണ്ട് കാര്യം. ഓക്കെ, നമ്മുടെ വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഓൾറെഡി വെള്ളമുണ്ട്, അത് ശാല ഇറങ്ങും എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വെള്ളം കണ്ടാൽ ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടിയിട്ടു ചിക്കനിൽ വെള്ളം ഇറങ്ങണ്ടേ? ചിക്കനും ഇത്ര നേരം വെള്ളം കൊടുത്തന്നെ ഇറങ്ങിയില്ല ചിക്കൻ. അതിനെന്താ ഇച്ചിരി പറ്റിക്കണം. ഇതെന്താ പറ്റുന്നവരും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. മീൻ കറി കണ്ടില്ലേ, പറ്റുമ്പോൾ ടേസ്റ്റ് ആവും. ഫ്ലെയിം കൂട്ടി വെക്കും. എന്ന് പറഞ്ഞാൽ നമ്മളിനി ഒരു 2 ആഴ്ചയും കൂടെ കാണത്തില്ല ഇവിടെ, അല്ലാണ്ട് ഇവിടുത്തെ വീഡിയോ. ഞങ്ങൾ പിന്നത്തെ വീഡിയോസൊക്കെ ഞങ്ങളുടെ അതിത്ര വലിയ വീടൊന്നുമല്ല കേട്ടോ, തുടക്കത്തിലേ പറയാം. നമുക്കിതുവരെ വീടായിട്ടില്ല അല്ലേ അണ്ണാ? നമുക്കിതുവരെ വീടായിട്ടില്ല. വസ്തുവുണ്ട്, വീടിനെ തറയൊക്കെ ഇട്ടിട്ടേക്കുക. പറയണ ഞാൻ പറയാതെ ചെയ്യും. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുടുംബമല്ലേ, നമ്മൾ തന്നെ അല്ലേ ഉള്ളൂ ഓടാൻ. ഒക്കെ ശരിയായി വരും. അതൊക്കെ നമുക്ക് വീടൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല നല്ല അടിപൊളിയല്ലേ, അടിപൊളി വീടുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ ഒരു ദിവസം പോലും ഇല്ലാതെ പണിയുണ്ടെങ്കിൽ പണിക്ക് പോകുന്ന വ്യക്തിയാണ്. അപ്പം നമുക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. മറ്റൊരു പണി പോലെ അല്ല. നമ്മൾ സാധാരണ ന്യൂസിൽ ഈക്കാച്ചിയൊക്കെ ഉള്ള ഓപ്പറേറ്റർമാർക്കൊക്കെ അറിയാം. നമ്മൾ ഒരു ദിവസം പോകാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അത്ര ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു പെരയുടെയൊക്കെ തറയെടുക്കാനായിട്ട് എല്ലാവരും വന്ന് നിൽക്കുമ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളവിടെ തീർച്ചയായിട്ടും വേണം. നമ്മളന്ന് പോയില്ലാത്ത പക്ഷം ആ പെരപണിയും കാര്യങ്ങളൊക്കെ മുടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഒരു മെഷീൻ്റെ പരിപാടികൾ തന്നെ അങ്ങനെയൊക്കെയാണ്. മെഷീൻ ഓടിക്കുന്ന ഓപ്പറേറ്റർമാരുടെ സുഹൃത്തുക്കളൊക്കെ അറിയാം, ഓണർക്കും എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരു ദിവസം പോലും പണിയുണ്ട് മാത്രം നമ്മൾ പണിക്ക് പോവാം എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നമുക്ക് വന്ന് വീഡിയോ എടുക്കാനോ പുറത്ത് പോയ വീഡിയോ എടുക്കാനോ ഒന്നും നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്മൾ ആപ്പാട് ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ പുറത്ത് പോയ വീഡിയോ എടുത്തത് കോട്ടപ്പാറ അമ്പലത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആകെപ്പാട് നമ്മൾ അത് പുറത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെളിയിലൊന്നും പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്തോട്ട് തന്നെ നമുക്ക് വീട്ടിൽ പോകാം. അതൊക്കെ ഇത്ര നടത്തല്ലേ. അതുപോലെ പോയി നല്ല സ്ഥലങ്ങളിലോ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളിലൊന്നും പോയി വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ചെയ്യും, നമുക്കൊരു സാഹചര്യം കിട്ടും, നമ്മൾ ക്ലിയറായിട്ട് തന്നെ ചെയ്യും. നല്ല വീഡിയോകൾ നമ്മൾ ചെയ്യും. നമുക്കൊരു ഉറപ്പുണ്ടായി ചെയ്യാൻ പറ്റും, നമുക്കൊരു ഉറപ്പുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ നമുക്കൊരു സാഹചര്യം നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ചെയ്യും, നല്ല രീതിയിൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കറി ഇനി കുറച്ച് നേരം വന്ന് ഒരു മീഡിയം ലെവൽ അതെ കൊടൈക്കനാലിൽ പോയിട്ടുള്ള ചരിത്രമുണ്ട്. പളനി പോയത് അതൊക്കെ ഒരുപാട് നാൾ മുമ്പാണ്, ഒരു 3-4 മാസം മുമ്പായി. അതൊക്കെ ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നല്ല ഫോണില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ അല്ലെന്നാ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പുതിയ ഫോൺ നമ്മൾ എടുക്കുന്നത് നമ്മൾ ചാനൽ തുറന്നതിന് 2-3 ദിവസം മുമ്പ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ എഡിറ്റിങ്ങിന്റെ ഒന്നും അറിയത്തില്ലായിരുന്നേ. അങ്ങനെ മീനാശ്വരി എടുത്ത് പോയിട്ട് അവളെ എഡിറ്റിങ്ങിന്റെ ഒരു ഐഡിയ എനിക്ക് നല്ലതായിട്ട് നമ്മൾ ഇളക്കി ചേർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണം. നല്ല ചിക്കൻ
എന്താ അങ്ങനെ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നു? അമ്മ പിന്നെ പറയാൻ ഇടയ്ക്ക് കയറി പറഞ്ഞാൽ അത് അതിലെഴുതി അങ്ങനെ മീനാക്ഷി എഡിറ്റിങ്ങിൻ്റെ ഒരു ബാലപാഠം എന്നൊക്കെ പറ്റില്ല അത് പറഞ്ഞിരുന്നു. ഞാൻ പതുക്കെ ഇൻസ്റ്റഗ്രാമിലെ ചെറിയ ചെറിയ റീൽസ് ഇട്ട് തുടങ്ങി. അങ്ങനെ എഡിറ്റിങ്ങിൻ്റെ പാട്ടൊക്കെ ആഡ് ചെയ്ത് ചെറുതായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോഴാണ് അന്ന് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ വർഷങ്ങളല്ല എനിക്ക് തോന്നുന്നൊരു 3 വർഷത്തെ മേളിൽ ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അണ്ണനെ താല്പര്യമില്ലായ്മയല്ല, ഇതുപോലെ ഞാനൊന്ന് പഠിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ നിനക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒന്നാമത്തെ കാര്യം ഫോണില്ല, രണ്ടാമത്തെ കാര്യം സാഹചര്യങ്ങൾ മോശമാണ്. അങ്ങനെ ആയപ്പോഴത്തേക്ക് ജയൻ ഇങ്ങനെ പറഞ്ഞു കുറച്ചുകൂടെ കഴിയട്ടെ ഇങ്ങനെ വെച്ചിരുന്നു. പിന്നെ ഈ പ്രാവശ്യം ഞാൻ വാശി പിടിച്ചല്ല എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞു എനിക്ക് നീ എന്താ ചെയ്തോ എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് എനിക്ക് ഫോൺ വാങ്ങിച്ചത്. അതുവരെ ഞാൻ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഫോണെന്ന് ഞാനങ്ങനെ പുറത്ത് പോകുന്നില്ല. അപ്പം അന്നത്തെ ഫോണായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. അന്ന് പുതിയ ഫോൺ വാങ്ങിച്ചാൽ പഴയ ഫോൺ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് അന്നേരം ഫോൺ അതിവിടെ വെക്കി തവി വയ്ക്കാം. അന്നേരം ഫോണില്ലായിരുന്നു. ഇവിടുത്തെ അമ്മയുടെ ചേട്ടത്തിയുടെ ഒരു ഫോൺ, അമ്മ എനിക്ക് 2 ഫോൺ വന്നു. അതിൽ രണ്ടാമത്തെ ഫോണിലാണ് ഞാൻ ആദ്യമൊക്കെ ഇൻസ്റ്റഗ്രാം വീഡിയോസ് ഇട്ടത്. പിന്നെ അന്നേരം പറഞ്ഞു എന്തായാലും അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട ഫോണാണ്, എന്നാലും നിനക്കൊരു ഫോൺ വേണം, അപ്പോൾ പൈസ ആയിട്ട് സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിച്ചിട്ട് നീ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് 1 മാസത്തെ അവധി കഴിഞ്ഞിട്ടാണ് പൈസ വെച്ച് എനിക്ക് ഫോൺ വാങ്ങിച്ചത്. ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ പുതിയ ഫോൺ അല്ലാണ്, ഞങ്ങളുടെ പുതിയ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. പഴയ ഫോൺ അപ്പോൾ കൊണ്ടുപോയില്ല കേട്ടോ, പഴയ ഫോൺ ഇവിടെ ഉണ്ട്. നമുക്ക് ഇനി വേണ്ടപ്പോൾ അമ്മ വന്ന് വാങ്ങിച്ചിട്ട് പോകാമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒക്കെ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല 2 കൂടെ കാണുമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കാരണം പുളിയുടെ ഇത് കഴിഞ്ഞ് ഞങ്ങളിവിടെ അല്ല താമസിക്കുന്നത്. ഞങ്ങളപ്പം ഈ പുളിയുടെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു 1.5 മാസമായിട്ട് ഇപ്പം വന്ന് നിൽക്കുക. ഇപ്പം പുളിയുടെ ഇത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ വാടക വീട്ടിൽ പോകും. ഇപ്പം നിലവിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഇപ്പം താമസിക്കാൻ മോശം. കാരണം മഴയായിട്ട് ചോരും. ഇത്രയും വർഷം ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, ചോരും. പിന്നെ കുഞ്ഞുങ്ങൾ പ്രായമായി വരിക, അതുങ്ങളെ അങ്ങനെ അന്ധകാരത്തിലിടാനെ കൊണ്ട് അനുവദിക്കുന്നില്ല. പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ വേറൊരു വീട് എടുക്കാതെ അതെല്ലാം ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ദൂരം ഇല്ല, അപ്പുറം ഇപ്പുറം ആ ഒരു ഇത് കൊണ്ടൊക്കെ ഞങ്ങൾ പിന്നെ മടിച്ചു നിന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച അവരുടെ ഭാവി ഞങ്ങൾ അവരെ നോക്കുന്നുണ്ട്. ഇപ്പം മറ്റു ബന്ധങ്ങളെക്കാട്ടി കൂടുതൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ 2 പേരെ അവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അപ്പം അവരുടെ കൂട്ടുകാരാണെന്ന് പറഞ്ഞാലും എല്ലാവരും നല്ല വീടുകളിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പം നമ്മൾ മാത്രം ഇങ്ങനെ ഒരു ജീർണിച്ചെന്നല്ല, അവരുടെ കയറാൻ പാടാ, ഇറങ്ങി വരാൻ പാടാ, വഴികളുണ്ട്, പെരയ്ക്കാൻ ജോലി, അടുക്കള ജോലി, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളാണ്. അല്ലേ നമുക്കപ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങളൊരു വീട് വേറെ വാടകയ്ക്ക് എടുക്കും. സ്വന്തമായിട്ട് ഇപ്പോഴേ എന്തായാലും വീട് പണിയുന്നില്ലെന്നല്ല, ഞങ്ങൾക്ക് താമസം വേണം. ഞങ്ങൾ തന്നെ കുറുമ്പ് ഞങ്ങൾ തന്നെ കൂട്ടണം. ഞങ്ങൾക്ക് ബാധ്യതകൾ ഒരുപാട്, ബാധ്യതകൾ ഒത്തിരിയൊന്നുമല്ല, ഞങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന ബാധ്യതകളാണ്. അപ്പം അതിനനുസരിച്ച് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ സെറ്റ് ചെയ്യും. നാളെ നമുക്ക് അരിപ്പൊടി പറയണേ, അത് അത് തന്നെ വെക്കും, വെള്ളം ഊരിപ്പോട്ടെ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ഒക്കെ കാര്യം അറിയത്തില്ല. ചിലപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ വരും. കാരണം ഷൈൻ്റെ പെങ്ങളൊക്കെ വരും പറഞ്ഞു. അപ്പോൾ അവൾ വന്നു, അവളും കുഞ്ഞുങ്ങൾ വന്നാൽ, കുഞ്ഞുങ്ങളല്ല ഒരു മോനേ ഉള്ളൂ, അവളോട് വന്നാൽ അവൾ തന്നെ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും ഓണം ഇവിടെ ആയിരിക്കും. കാരണം തങ്കമ്മ ഒക്കെ ഇല്ല, അമ്മയില്ല, തങ്കമ്മ ഇല്ല. അപ്പം അവളെ തന്നെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഞങ്ങൾ അവളെ അങ്ങനെ കണ്ടിട്ടൊന്നും പോകത്തില്ല. പിന്നെ നമ്മൾ താമസിക്കുന്നത് മാറി ഇവിടുത്തെ ഞങ്ങളുടെ ആവശ്യമില്ല. പുളി വാങ്ങി വെക്കാന്നായിരുന്നു ഞങ്ങളുടെ കടമ. ഞങ്ങളപ്പോൾ അത് കഴിഞ്ഞ് ഇനി പെരയൊക്കെ അടച്ചിട്ട് ഞങ്ങൾ ഇത് അസുഖം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 10 കാപ്പി വേണം. അപ്പൊ കറി ഇത് ആവട്ടെ അല്ലേ? പിന്നെ ആവട്ടെ, ഇത് ഫ്ലെയിം കുറച്ച് വെച്ചേക്കാം. അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചേക്കാം, കറി ആവട്ടെ. സത്യം നല്ല മണം അടിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും അതുപോലെ സംഭവിക്കുന്നത് സംഭവിക്കും. ചില കാര്യങ്ങളാണ് ഞാൻ അമ്മ ഇവിടെ കണക്കാം. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടും, അണ്ണാ അങ്ങനെ ചെയ്യല്ല, അതങ്ങനെ ആവും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് അങ്ങനെയാവും. നമ്മുടെ കറി എന്തായാലും നോക്കാം. ലോ ഫ്ലെയിമിൽ നമ്മൾ ചിക്കൻ വേകാനായിട്ട് വെച്ചായിരുന്നു. ചിക്കൻ വെച്ചിട്ടുണ്ട്, ഏകദേശം ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്.
ചാറൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇത് കാണിച്ച് ഞാൻ ആദ്യമേ തേങ്ങാക്കൊത്തിട്ടപ്പം പറഞ്ഞാൽ അത് കരിഞ്ഞു പോയില്ല. കണ്ടോ, നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ കണ്ടോ കറക്റ്റ്. നമുക്ക് തേങ്ങാക്കൊത്ത് കറികളിൽ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിക്ക് കഴിക്കാൻ പരുവത്തിന് തന്നെയാണ് ഞാൻ ഏകദേശം. ഞാൻ കഴിക്കും, ഇടയ്ക്ക് കഴിക്കും. നമ്മൾ ഈ ഭാര്യയൊക്കെ കഴിക്കും. ഇതാണോ, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമുക്ക് നല്ല രീതിക്ക് തേങ്ങാക്കൊത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അവളെനിക്ക് തന്ന ചെറിയ ചാലഞ്ച് പോലുള്ള ഞാൻ ചാലഞ്ചായിട്ട് തന്നെ എടുത്തു കേട്ടോ. ഇതാണ് എൻ്റെ കറി, ചിക്കൻ കറി. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കറിവേപ്പിലയും കൂടെ നമ്മളിതിനകത്ത് ചേർത്ത് അടച്ച് വെച്ചിട്ട് ഈ കറിവേപ്പില വെച്ചില്ലേലും വേണമെങ്കിൽ എൻ്റെ കറി കണ്ടു കേട്ടോ. കറിവേപ്പില വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. കാര്യമൊന്നുമില്ല, എൻ്റെ സന്തോഷത്തിന്. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യല്ലേ? ഫ്ലെയിം ഓഫ് ചെയ്ത് നിർത്തുകയാണ്. ഇനി കഴിക്കാൻ നേരത്ത് നമ്മൾ കഴിച്ച് കറിക്കൊണ്ട് ശരണം തോന്നും. ഞങ്ങൾ അങ്ങോട്ട് എല്ലാവരും കൂടി ചോറ് അങ്ങോട്ട് കഴിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ കറി വെക്കുന്ന വാങ്ങുന്ന ഇത്രയേ ഉള്ളൂ. പുറത്ത് നല്ല മഴയാണ്. നല്ല മഴയെന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം ഞാൻ പറഞ്ഞു. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തന്നെ ഞാൻ പണിക്ക് പോയായിരുന്നു. പണിക്ക് പോയിട്ട് ഞാൻ പണി നടക്കാത്തതുകൊണ്ട് ഞാൻ പോകുന്നതാണ്, തിരിച്ച് പോകുന്നതാണ്. അപ്പോൾ മഴ അത്രയും ശക്തിയിൽ പെയ്യുന്നതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഭരണകൂടവും നമ്മുടെ ഗവൺമെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഉദ്യോഗസ്ഥർ തരുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും കൃത്യമായി പാലിക്കുകയും സുരക്ഷിതരായിട്ട് വീട്ടിലിരിക്കാനും യാത്രകൾ ഒഴിവാക്കണമെങ്കിൽ യാത്രകൾ ഒഴിവാക്കി മണ്ണിടിച്ചിലുള്ള മേഖലകളിലോട്ടുള്ള യാത്രകളൊക്കെ ആണെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രത്തിലുള്ള യാത്രകളൊക്കെ ആണെങ്കിൽ അതെല്ലാം ഒഴിവാക്കി എല്ലാവരും ഹാപ്പിയായി സന്തോഷത്തോടുകൂടി മറ്റ് അപകടങ്ങളൊന്നും വിളിച്ചു വരുത്താതെ വീട്ടിലിരുന്ന് നന്നായി ചേരുക. അതൊക്കെ പറയാനുള്ളൂ. പിന്നെ ഇൻട്രോയും ക്ലൈമാക്സും എൻ്റെ വൈഫ് പറയുന്ന പോലെ ഞാൻ പറഞ്ഞാൽ നോട്ടത്തിൽ. അപ്പം അത് അവൾ പറയുന്നത് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ ഗുണം. അവൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ് കണ്ടില്ലേ അണ്ണൻ്റെ ചിക്കൻ കറി. ഇന്ന് ഞാൻ മേലനങ്ങാതിരുന്ന ഫുഡ് കഴിക്കും. എനിക്ക് അങ്ങനെ അപൂർവമായിട്ട് കിട്ടുന്നൊരു സംഭവം ഇത്. അപ്പം അണ്ണൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലതാണ്, കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നല്ല കറി കേട്ടോ. എനിക്കങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞേ. നല്ല കറിയാണ്. അപ്പം കറിയൊക്കെ വെച്ചു. ഇനി ഞാൻ രാവിലെ കോവയ്ക്കാൻ മെഴുക്കോട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെണ്ണ് രാവിലെ കൊണ്ട് പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാക്കില്ല. അച്ചാറും ചമ്മന്തിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ചിക്കൻ കറി അത് മതി. ചിക്കൻ കറി തന്നെ മതി ചോറ് കഴിക്കാൻ. അപ്പം ഞങ്ങൾ ഇതൊക്കെ കൊട്ടി ഇനി ചോറ് കഴിക്കും. കാരണം പറഞ്ഞതുപോലെ മഴയൊക്കെയാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ഇവിടെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളാണ്. തോടടുത്താണ്, വെള്ളം കയറിയ പ്രശ്നമാണ്. പിന്നെ മണ്ടേ ഒരു കുന്നുംപുറമാണ്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം നമ്മുടെ സീതമുടിപ്പാറയല്ലേ. ഞങ്ങളുടെ തൊട്ട് മേളിലൊരു സീതമുടിപ്പാറയുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒരുപാട് ഉരുൾപൊട്ടലെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് 2 കിലോമീറ്റർ മേളിലാണ് മുണ്ടമ്പാറ ഗുരുതാമണ്ണ ഭാഗമുള്ളത്. മുണ്ടമ്പാറ ഭാഗത്താണ് ഏകദേശം പൊട്ടാനുള്ള സാധ്യതകളൊക്കെ ഉള്ളത്. പക്ഷേ അവിടെ ഒരു പൊട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ തോട്ടിക്കൂടെ വരുമ്പോൾ ഇത്രയും ദൂരമുള്ളതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞിട്ട് വെള്ളം കയറി വരും. നല്ലതായിട്ട് വെള്ളം കയറി വരും. നമ്മുടെ പുളി നിൽക്കുന്ന ആ ഇടി വരെയൊക്കെ വെള്ളം കയറി വരും. പക്ഷേ ഇവിടോട്ട് വരുമ്പോൾ ശക്തി കുറവാണല്ല. പിന്നെ അതുപോലെ വലിയതായിട്ടുള്ള ഇടിച്ചേലുകളൊക്കെ ഉണ്ടാവും ഇവിടെ. ഇതുവരെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ താമസിക്കുന്ന ഇടയ്ക്ക് നമ്മൾ കാണിക്കത്തില്ല, നമ്മുടെ വീഡിയോ കാണിച്ചിട്ടുണ്ട് സീതമുടി പിന്നെ പാറ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ഒരു ദിവസം ചെയ്യും. അങ്ങനെ അധികം ഇന്നുവരെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സീതത്തോടിനെ സംബന്ധിച്ച് ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഐതിഹ്യങ്ങളായാലും സീതത്തോട് എന്ന് പറയുമ്പം സീതാദേവി വന്ന് താമസിച്ച് തോട്ടി കുളിച്ച് അതുകൊണ്ടാണ് സീതത്തോടെന്നുള്ള പേര് വീണെന്നൊക്കെയാണ് നമ്മൾ പല കഥകളുണ്ട്. നമുക്ക് എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഐതിഹ്യങ്ങളല്ല. നമ്മൾ കേട്ട് വളർന്ന കുറേ കഥകൾ. അതെ, നമ്മൾ കേട്ട് വളർന്ന കഥകൾ അങ്ങനെയൊക്കെയാണ്. അതേപോലെ തന്നെയാണ് സീതത്തോട് കഴിഞ്ഞിട്ട് 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലം സീതക്കുഴി എന്ന് പറയുന്നത്. അവിടെയും പിന്നെ സീത താഴ്ന്നതായിട്ടുള്ള വരുന്ന സീതക്കുഴിയും കുഴിയെന്ന് പറഞ്ഞാൽ വലിയ ഒരു 3 പാറ വെട്ടിക്കീറി വെച്ച പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-70 അടി 60 അടി ഹൈറ്റ് ഉണ്ട്. അത് ഒരു ദിവസം നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സീതമുടിപ്പാറ നമ്മുടെ മലയാണ് സീതമുടിപ്പാറ. നമ്മുടെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റുള്ളത്. നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ മഞ്ഞും കാര്യങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്നത്. അവിടെ ഒരു അള്ളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സീതാദേവി ഈ ഭൂമിയിലോട്ട് താഴ്ന്നു പോകുന്ന സമയത്ത് ശ്രീരാമൻ വന്ന് സീതാദേവി താഴ്ന്നു പോകാതിരിക്കാൻ മുടിയെ പിടിക്കുമ്പോൾ
സീതാദേവി ഭൂമി വിളർന്ന് താഴോട്ട് പോകുമ്പോൾ ആ ദേഷ്യത്തിനും സങ്കടത്തിനും ശ്രീരാമൻ ആ മുടി മാത്രം കൈ പിടിച്ചിട്ട് ആ മുടി ദേഷ്യത്തോടെ വലിച്ചെറിയുന്നതാണ്. ആ മുടി ചെന്ന് വീഴുന്ന സ്ഥലമാണ് സീതമുടി എന്നും നമ്മളിവിടെ ഐതിഹ്യങ്ങൾ പണ്ടുള്ള നമ്മുടെ വല്യമ്മമാരൊക്കെ പറഞ്ഞ് നമുക്കറിവുണ്ട്. അപ്പം ആ സീതമുടി പാറയും നമുക്ക് വീഡിയോ ഒരു ദിവസം നമ്മൾ എൻ്റെയും ചെയ്യുന്നതായിരിക്കും. സമയം കിട്ടുമ്പോൾ സമയം പോലെ നമ്മൾ നല്ലൊരു വീഡിയോ ആക്കി ഓരോരോ പാർട്ട് പോലെ നമ്മളത് ചെയ്യുന്നതായിരിക്കും. പറഞ്ഞു വന്നതല്ല, നമുക്ക് സീതമുടി പാറ എന്ന് പറഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് പറയാം. അങ്ങ് ടോപ്പ് ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു ശാലം സീതമുടി പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടത്തിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് മാത്രം കുറച്ച് മണ്ണായി, അത് നിരപ്പാണ്. അത് കൂടിക്കിടക്കുന്ന ഒരുപാട് മണ്ണല്ല. ഞാൻ പോയിട്ടുണ്ട്, അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ പോയിട്ടില്ല, ഇവിടെ പോകുന്നതല്ലേ ഉള്ളൂ. കുഞ്ഞു കൊച്ച പൂടി കൊച്ചാക്കൊന്നും അറിയില്ല. ഞാൻ കുഞ്ഞുനാളിൽ നമ്മൾ വിറവിനും പോച്ചയ്ക്ക് ആടുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ കൊണ്ട്. അപ്പോൾ അങ്ങനെ പോച്ചയ്ക്കൊക്കെ നമ്മൾ പോയ സമയത്ത് ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ മലപ്പുറമാണ്. നമ്മുടെ ഈ മലയ്ക്ക് നേരെ മലപ്പുറം എന്ന് പറഞ്ഞാൽ കുളങ്ങരവാലി എന്ന് പറയുന്നത് വയ്യാറ്റുപുഴ ചിറ്റാറ് കഴിഞ്ഞിട്ട് വയ്യാറ്റുപുഴ, കുളങ്ങരവാലി, കൊച്ചു കുളങ്ങരവാലി, വലിയ കുളങ്ങരവാലി, അങ്ങനെ 2-3 സ്ഥലങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ മാത്രമാണ് കുറച്ച് മണ്ണുള്ളത്. ബാക്കി മൊത്തം താപ്പോട്ട് പാറയാണ്. ആ പാറയുടെ പാലിങ്ങനെ നമ്മുടെ ഈ തോട് വരെയും അതിൻ്റെ പാല് നിലവിൽ കിടക്കുകയാണ്. അപ്പം അവിടെ ഒന്നും അധികം മണ്ണും കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് മണ്ണുകളൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊന്നും അധികം മണ്ണെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നങ്ങളായിട്ട് വരാനില്ല. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഈ സീതക്കുഴി താമസിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല. പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മേപ്പോട്ട് തൊട്ട് മേളിൽ മണ്ണുകളാണ്, കൂടുതലും മണ്ണാണ്. അവിടെയൊക്കെ ഉള്ളവർക്ക് ഡേഞ്ചർ ഭാഗങ്ങൾ തന്നെയാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ പറയാൻ. എല്ലാവരും സുഖമായിട്ട് വീട്ടിലിരിക്കുക. ഇപ്പോൾ പറ്റത്തില്ല കേട്ടോ. നമ്മൾ മൊത്തം പാറയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത് ഒരുപാട് നേരത്തെ പറയുന്ന പോച്ചയ്ക്കൊക്കെ എപ്പോഴും നമ്മൾ ആൾക്കാർ കയറിപ്പോയി. പിന്നെ എന്തോ മൃഗങ്ങളുടെ ശല്യം കുറവായിരുന്നു. അതേപോലെ പിന്നെ കാടുകൾ ഒത്തിരി ഇല്ലായിരുന്നു, വെട്ടിത്തെളിച്ച് നമുക്ക് വഴി ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ പോയിട്ട് 10-15 വർഷത്തിന് മുകളിലായി. അപ്പം ചിലപ്പോൾ കാടൊക്കെ കിടക്കുമായിരിക്കും, കയറി പോകാൻ വഴിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറായിരിക്കും. എന്നിരുന്നാലും നമ്മൾ ഒരു ദിവസം എൻ്റെ വീഡിയോ ചെയ്യും, ചെയ്യുന്നതായിരിക്കും. കാരണം അത് കാണണം, നല്ല രസമാണ് കാണാൻ. അവിടെ നമ്മുടെ ഈ സീതക്കുഴിയുടെ ഏകദേശം ടോട്ടൽ വ്യൂ നമുക്ക് അവിടെ നിന്നാൽ നമ്മുടെ ഈ വീട് കാര്യങ്ങളെല്ലാം ഈ PUBG ഗെയിം കണ്ടുണ്ടോ, അതിൻ്റെ അത് ഈ ആകാശത്തോടെ പോയിട്ട് പിന്നെ ഫ്ലൈറ്റ് ഇതിനെ ചാടുന്നതിന് മുമ്പായിട്ട് താഴെ കുറേ വീടുകളൊക്കെ ഇരിക്കുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ ചെന്ന് നല്ല ഭംഗിയാണ്. ഒരു ദിവസം നമ്മളത് ചെയ്യുന്നതിന്. ഓക്കെ, പറയാം. ടെമാക്സ് പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്താ പറയാ, അപ്പം ഞങ്ങളിനി പ്രത്യേകിച്ചൊന്നുമില്ല. ചോറും കറിയായിരുന്നു, ചോറ് കഴിക്കാം. പിള്ളേർക്ക് ഞാൻ മുമ്പ് കറിയാകുന്നതിന് മുന്നേ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കും. എന്നിട്ട് ഞങ്ങൾക്ക് കഴിക്കണം. ഞങ്ങൾ 2 കഴിക്കും, അവർക്ക് കൊടുക്കും, ഞങ്ങളും കഴിക്കും. പിന്നെ എന്താ, മഴയാണ് ഒരു പ്രത്യേക ഒരു ഇതല്ലെന്ന്, മഴയായാണ് ബുദ്ധിമുട്ടായി. അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങളുടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പം ഞങ്ങളുടെ സപ്പോർട്ട് പിന്നെ പറഞ്ഞ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ തുടക്കക്കാരാണ്. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിനിയും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.